എത്ര റമദാൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓരോ റമദാനും നമ്മളോട് വിട പറഞ്ഞപ്പോൾ നമ്മൾ ഉള്ളിൽ നിന്ന് നമ്മൾ സത്യമായിട്ട് മാറിയിട്ടുണ്ടോ? അല്ലെങ്കിൽ മാറാതെ നിന്നത് നമ്മുടെ ഹൃദയമാണോ? ഹേയ്, അസ്സലാമു അലൈക്കും. സോ ഇന്ന് മുതൽ നമ്മൾ പുതിയൊരു റമദാൻ സീരീസ് ആരംഭിക്കുകയാണ്. വെൽക്കം ടു ദ റമദാൻ സീരീസ് എപ്പിസോഡ് നമ്പർ 1. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളുടെ ഹൃദയത്തെ എങ്ങനെ നമുക്ക് ഈ റമദാനിൽ ശുദ്ധീകരിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ റമദാൻ എന്നത് വിശപ്പിനെയും ദാഹത്തെയും മാത്രം കുറിച്ചുള്ള മാസമല്ല, ഇത് ഹൃദയത്തെ ശുദ്ധമാക്കാനുള്ള മാസമാണ്. സോ പലപ്പോഴും നമ്മളോട് തന്നെ ചോദിച്ചിട്ടുണ്ടാവും, എന്തുകൊണ്ടാണ് എൻ്റെ മനസ്സ് ഇങ്ങനെ ഭാരമുള്ളത്? എന്തുകൊണ്ടാണ് ചെറിയ കാര്യങ്ങൾ പോലും എൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ് സമാധാനം എനിക്ക് കിട്ടാത്തത്? സത്യമായി പറഞ്ഞാൽ പ്രശ്നമെന്ന് പറയുന്നത് നമ്മൾക്ക് പുറമേ ഉള്ളത് മാത്രമല്ല, മേ ബി അത് നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയും കൂടെയാണ്. റമദാൻ വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഒരു ചാൻസ് കൂടെ തരികയാണ് നമ്മൾക്ക് മാറാൻ വേണ്ടിയിട്ട്. സോ ഫസ്റ്റത്തെ ഒരു ടിപ്പാണ് നമ്മുടെ ഹൃദയത്തെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഹൃദയത്തെ ശുദ്ധമാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ആദ്യത്തെ ഒരു കാര്യമാണ് നമ്മൾ സത്യസന്ധമായി തൗബ ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഒറ്റയ്ക്കിരിക്കുക, ആൾക്കാരില്ലാത്ത സ്ഥലത്ത് ഒരു ഡിസ്റ്റർബൻസും ഒന്നുമില്ലാതെ നമ്മൾ കാമായിട്ട് അള്ളാഹുവിനോട് സംസാരിക്കുക. അള്ളാഹുവേ, ഞാൻ ഇത്രയൊക്കെ തെറ്റുകൾ ചെയ്തു പോയി, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ അഹങ്കാരമുണ്ടായി, ഞാൻ ഇന്ന തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്, എനിക്ക് പുറത്തു തരണം. നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ ഓപ്പൺ ആവുക. നമ്മൾ അള്ളാഹുവിനോട് നമ്മളുടെ എല്ലാ കാര്യങ്ങളും, നമ്മളുടെ കുറവുകളും നമ്മളുടെ സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ തുറന്ന് പറയുക. ആൻഡ് രണ്ടാമത്തെ ഒരു കാര്യമാണ് നമ്മൾ ക്ഷമിക്കാൻ പഠിക്കുക എന്നുള്ളത്. നമ്മളുടെ ഹൃദയം മലിനമാക്കാൻ വലിയൊരു കാരണമാണ് വെറുപ്പ്. ആരെങ്കിലും നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം, പക്ഷേ ആ വേദന പിടിച്ചു നിൽക്കുന്നത് നമ്മുടെ ഹൃദയത്തെയാണ് തകർക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു വെറുപ്പ് നമ്മൾ അവരോട് ഹോൾഡ് ഓൺ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ മനസ്സിനെയാണ് അത് ബാധിക്കുന്നത്. സോ നമ്മൾ ക്ഷമിക്കുക. മേ ബി അവർ നമ്മളോട് ക്ഷമയൊന്നും ചോദിച്ചിട്ടുണ്ടാവില്ല, എന്നാലും നമ്മളുടെ സമാധാനത്തിന് വേണ്ടിയിട്ട്, നമ്മളുടെ ഹൃദയത്തിന് വേണ്ടിയിട്ട്, അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ക്ഷമിച്ചു കൊടുക്കുക. സോ എപ്പോഴും നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആരോടും ഒരു വെറുപ്പുമില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കറിയോ, നമ്മൾ ശുദ്ധമായൊരു ഹൃദയത്തോടു കൂടെ ഉറങ്ങുന്നത് അത് തന്നെ ഒരു വലിയൊരു നിയമത്താണ്. നെക്സ്റ്റ് ടിപ്പാണ് നമ്മൾ ദിക്ർ കൊണ്ട് നമ്മളുടെ ഹൃദയത്തെ നനയ്ക്കുക എന്നുള്ളത്. ചില സമയത്ത് നമ്മളുടെ ഹൃദയം ഇങ്ങനെ വറ്റി ഉണങ്ങിപ്പോവും. സോ ആ ഒരു വരണ്ടു പോയ ഹൃദയത്തെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നനച്ചുകൊണ്ടിരിക്കണം. അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഒരു നല്ലൊരു കാര്യമാണ് നമ്മൾ ദിക്ർ ചെല്ലുക എന്നുള്ളത്. അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ട് നമ്മളുടെ ഹൃദയത്തെ നമ്മൾ നനച്ചുകൊണ്ടിരിക്കുക. അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ. നമ്മളുടെ നാവിൽ ഈ ഒരു ദിക്റുകളെല്ലാം നമ്മൾ പതിവാക്കിയാൽ നമ്മളുടെ ഹൃദയം പതിയെ കട്ടി കുറഞ്ഞുള്ളതാകും. ഓൾസോ ഈ ഒരു ദിക്ർ നമ്മൾ വെറുതെ ചെല്ലാതെ അതിൻ്റെ അർത്ഥം കൂടെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെല്ലുക. ഫോർ എക്സാമ്പിൾ, അൽഹംദുലില്ലാ എന്നതിൻ്റെ അർത്ഥം അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു എന്നാണ്. സോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചോദിക്കാണ്ട് തന്നെ നമുക്ക് തന്നിട്ടുണ്ടല്ലേ. നമ്മൾക്കുണ്ടാവുന്ന ഭക്ഷണം, വെള്ളം, വസ്ത്രം, കിടന്നുറങ്ങാനുള്ള ഒരു വീട്, അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. സോ നമ്മൾ അതൊക്കെ നമ്മുടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമ്മൾ എല്ലാ കാര്യത്തിനും, അതിപ്പം ഇതിനു വേണ്ടി മാത്രമാവണമെന്നില്ല, നമ്മൾക്കറിയാത്ത കാര്യങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് സിൻസിയറായിട്ട് നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയുക. നാലാമത്തെ ടിപ്പാണ് ഖുർആൻ. നമ്മളുടെ ഹൃദയത്തിനുള്ള ഒരു മരുന്നാണത്. നമ്മൾ വിഷമിക്കുമ്പോൾ ഖുർആൻ കേട്ടാൽ എന്തുകൊണ്ടാണ് ഒരു സമാധാനം ഫീൽ ചെയ്യുന്നത്? കാരണം അത് അള്ളാഹുവിൻ്റെ വാക്കുകളാണ്. നമ്മളുടെ ഹൃദയം ശുദ്ധമാകാൻ ദിവസവും നമ്മൾ കുറച്ചായത്തെങ്കിലും നമ്മൾ ഓതുക. ഇപ്പോൾ റമദാൻ ആയതുകൊണ്ട് നമ്മൾ പരമാവധി നമ്മൾക്ക് ഓതാൻ പറ്റുന്നതും നമ്മൾ ഓതി തീർക്കുക. പക്ഷേ നമ്മൾ ജസ്റ്റ് അത് ഓതി പോവാതെ അതിൻ്റെ അർത്ഥവും കൂടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളുടെ ലൈഫിൽ വലിയൊരു മാറ്റങ്ങൾ നമ്മൾക്ക് കാണാൻ സാധിക്കും. ലാസ്റ്റത്തെ ടിപ്പാണ് നമ്മളുടെ നിയ്യത്ത് ശുദ്ധമാക്കാനുള്ളത്.
നമ്മൾ ഒരു നല്ല കാര്യം ചെയ്യുന്നതിന് മുൻപേ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക, നമ്മൾ ആൾക്കാർ കാണിക്കാൻ വേണ്ടിയിട്ടാണോ ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ അള്ളാഹുവിന് വേണ്ടിയിട്ടാണോ എന്നുള്ളത്. സോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് വിചാരിക്കുന്നു. സോ ഈ ഒരു വീഡിയോ, അതായത് നമ്മളുടെ ഫസ്റ്റ് എപ്പിസോഡാണ്, ഇതെങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യാനും കൂടെ മറക്കണ്ട. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.